ജയനെ അനുകരിച്ച് ശ്രദ്ധേയനായ മിമിക്രി താരമാണ് രാജാ സാഹിബ്. താൻ എഴുതിയ കഥ ഒരു സംവിധായകൻ മോഷ്ടിച്ചെന്ന് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം. നമ്മൾ ഒരാളോട് കഥ പറയുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യുകയോ മെയിൽ ചെയ്യുകയോ വേണം. അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഒരു കഥയങ്ങ് പോയി കിട്ടി. കഥാമോഷണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി രാജാ സാഹിബ്. എനിക്ക് വരുന്ന സിനിമകളെല്ലാം ജയനെ അനുകരിക്കാനായിരുന്നു. ലക്ഷങ്ങൾ പ്രതിഫലം തരാൻ അവർ തയ്യാറുമാണ്. നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അത് മനസ്സിലാക്കി ഞാൻ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതി. ഒരു സയൻസ് ഫിക്ഷൻ കഥ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. തിരക്കഥയിലേക്ക് കടന്നിരുന്നില്ല. വലിയൊരു തറവാട്ടിൽ ജനിച്ച കുട്ടി. മാതാപിതാക്കൾ ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയതാണ്. പക്ഷേ ആ കുട്ടിക്ക് ബുദ്ധിവികാസമില്ല. ഹാർട്ട് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ ബ്രെയിൻ മാറ്റിവെച്ചാൽ എന്താണ്? ഞാൻ ചിന്തിച്ചു. ആക്സിഡൻ്റായി മരിച്ചൊരാളുടെ ബ്രെയിൻ ഈ കുട്ടിക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ അതൊരു ക്രിമിനലിൻ്റെ ബ്രെയിനായിരുന്നു. ആ കുട്ടി സർജറിക്ക് ശേഷം വളരെ ആക്റ്റീവായി. പല പ്രശ്നങ്ങളിലും അവൻ ചെന്നെത്തുന്നു. ഒടുവിൽ അമ്മ തന്നെ അവനെ വിഷം കൊടുത്ത് കൊല്ലുകയാണ്. ഇതായിരുന്നു കഥ. എൻ്റെ നിഷ്കളങ്കത കൊണ്ട് ഞാൻ ഒരാളോട് ആ കഥ പറഞ്ഞു. സിനിമയിലെ ഉന്നതനായ സംവിധായകനായിരുന്നു അദ്ദേഹം. കഥ അദ്ദേഹത്തിന് ഇഷ്ടമായി. പിന്നീട് എന്നെ ഒഴിവാക്കി ആ സംവിധായകൻ ചിത്രമെടുത്തു. ചിത്രം സൂപ്പർ ഹിറ്റായി. ആ പടം കാണാൻ തന്നെ വിഷമമായിരുന്നു. രാജാ സാഹിബ് പറയുന്നു. തൻ്റെ കഥ മോഷ്ടിച്ച സംവിധായകൻ ആരാണെന്ന് വ്യക്തമാക്കാൻ രാജാ സാഹിബ് തയ്യാറായില്ല. സിനിമയുടെ പേരും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല.